അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൈത്തൂൻ ബീവി വളരെയധികം ആശങ്കയിലാണ്. പഠിച്ചോനെ എന്താ എത്തിയിരും ആവോ, ഒന്നും കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓൾക്ക് പെട്ടെന്ന് തന്നെ ഗർഭിണിയായാൽ മതിയായിരുന്നു അവള്. എന്നാൽ മനസ്സിന് റാഹത്തായി. അതല്ല, അവളെങ്ങാനും കുഞ്ഞുങ്ങളില്ലാത്ത പെണ്ണാണെങ്കിൽ റബ്ബേ, എൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്ത വലിയൊരു ചതിയായിരിക്കും അത്. റഹ്മാനെ, അതിനുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് അവൾ ഗർഭിണിയാകണേ അല്ലാ. ബീവി ദ്വാ ചെയ്യുന്നു. മനസ്സിനുള്ള ആകെ ഒരു പ്രതീക്ഷ അത് മാത്രമാണ് ഫർസാന. അവൾ പ്രഗ്നൻ്റ് ആവും എന്നുള്ള കാര്യം. അവൾ പ്രഗ്നൻ്റായി എന്ന് കേട്ടിട്ട് വേണം പടച്ച റബ്ബിനോട് നന്ദി പറയാൻ. റഹ്മാനെ, ഒരുപാട് ആകാംക്ഷയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം അവൾ പറഞ്ഞ ആ ഒരു ഡേറ്റ് അത് അവൾ ഓർത്തു. അന്ന് അവൾക്ക് ചെറുതായിട്ടൊരു ഛർദിയോ എന്തോ, അതിപ്പോൾ എന്നായിരുന്നു? അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കട്ടെ പഠിച്ചോനെ, ഈ മാസം അവൾക്കിനി ഒന്നും ഉണ്ടാവരുതേ, ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവരുതേ അല്ല. പാവം സൈത്തൂൻ ബീവി ദ്വാ ചെയ്യുന്നു. അന്ന് സൈത്തൂൻ ബീവി അതാ ഫർസാനയുടെ അരികിലേക്ക് പോകുന്നു. ഫർസാന ആ ബീവി ഇങ്ങോട്ട് പോരി. ഫർസാന, ഇത് മോളെ, ഇത് കുടിച്ചോ. ഇതെന്താ? ഇത് പാലാണ്. പാലോ? എന്തിനാ ഇപ്പോൾ ഈ പാല് എനിക്ക്? അത് പാലിൽ കുങ്കുമപ്പൂ ചേർത്തിട്ട് തന്നതാണ്, അതാണ് ഈ ഒരു യെല്ലോയിഷ് കളറ്. അല്ല ബീവി, അതെന്താ ഇപ്പോൾ എനിക്ക്? ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. അവൾ ഗർഭിണിയാണ് എന്നുള്ള കാര്യം സൈത്തൂൻ ബീവി അറിഞ്ഞോ എന്നവൾ വിചാരിച്ചു. റബ്ബേ, ബീവി ഇതിപ്പോൾ മോളെ പ്രഗ്നൻ്റ് ആവാനും ഇനിയിപ്പോൾ ആയാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണത്രേ. എനിക്കിതൊന്നും കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അല്ല, കുടിക്കായിട്ടല്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ കുടിക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. റബ്ബേ, ഈ ഒരു കുങ്കുമപ്പൂ വിട്ട പാലുകൊണ്ട് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നല്ല രീതിയിൽ വളരുവാനും അതുപോലെ തന്നെ നല്ല സൗന്ദര്യം ഉണ്ടാകുവാനും അങ്ങനെ നമുക്കൊരു നെയ്യത്തുണ്ടാവില്ലേ, അതുപോലത്തത് എനിക്കുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫർസാന, നിന്നിലൂടെ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മോളി പാല് കുടിക്ക്. ഒന്നും അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഫർസാന ചോദിച്ചു, അല്ല ബീവി, ഈ കുങ്കുമപ്പൂവിട്ട് പാല് കുടിച്ചു കഴിഞ്ഞാൽ മോളെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മാത്രമല്ല വയറ്റിൽ കുഞ്ഞുണ്ടാക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെ തന്നെ അത് നല്ലതാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ നല്ല സൗന്ദര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെയാണ് കേട്ടറിഞ്ഞത്. അതുകൊണ്ട് മോള് കുടിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അവൾ ആ പാല് വാങ്ങി കുടിക്കുന്നു. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫർസാന മോളെ, അതെ, നീയും അർബാവും കൂടെ ഒരു യാത്ര പോയിക്കോട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ആഘോഷിക്കാനൊന്നും എങ്ങും പോയില്ലല്ലോ. ഒന്നിവിടെ നിന്ന് മാറിയിട്ട് നിങ്ങളൊന്ന് താമസിക്കണം. 2 ദിവസം ഏതെങ്കിലും ഫ്ലാറ്റിലൊക്കെ ഒന്ന് താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് നല്ലത്. ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിയുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവില്ല. ഞാൻ സെയ്ഫിനോടും പറയാം, എന്നിട്ട് നിങ്ങൾ 2 പേരും അങ്ങനെ പോവണം. ബീവി അത് എന്താ? നോ പ്രോബ്ലം, എനിക്കൊരു കുഴപ്പമില്ല. എന്താ ഞാനില്ലായിട്ട് വിഷമിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചാണ് പോകേണ്ടത്. ഞാൻ ഈ കാര്യം സെയ്ഫിനോടും ഒന്ന് പറയാം. അങ്ങനെ അതാ അവൾ അന്ന് സെയ്ഫ് വന്നപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. ബീവി എന്താ പറയേണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അതെ, പിന്നെ നിങ്ങളും അതുപോലെ ഫർസാനയും കൂടി ഒരു ടൂറ് പോകണം. ടൂറോ? എങ്ങോട്ടെങ്കിലും പോയിക്കോ, എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. 2 ദിവസം റിസോർട്ടിൽ താമസിക്കണം. തൻ്റെ ഭാര്യയുടെ മനസ്സിൽ എന്തൊക്കെയാണ് റബ്ബേ, എന്തൊക്കെയാണ് അവൾ പറയുന്നത്? റിസോർട്ടിൽ താമസിക്കാൻ എന്താ നീ പറയുന്നത്? ഇത്രയും വലിയ വീട് ഇവിടെ ഉണ്ടായിട്ട്. അതല്ല, ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്? എന്തൊക്കെ തന്നെയാലും എൻ്റെ ഇക്ക ഫർസാനയുടെ ഭർത്താവ് കൂടിയല്ലേ. അപ്പോൾ അവളുടേതായ ലോകത്തേക്ക് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് കടക്കണം. അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കി, അവളുടെ ഇഷ്ടങ്ങൾ നോക്കിക്കൊണ്ട്. എന്താ പറ്റില്ലേ? അത് പറ്റില്ലടി, എനിക്ക് നീയില്ലാതെ. അറബി അങ്ങനെ പറഞ്ഞ് ഒഴിയുവാൻ വേണ്ടി ശ്രമിക്കുന്നു.
പ്ലീസ് അർബാബ്, ഞാൻ അങ്ങയുടെ ഒരു സെർവൻ്റ് പോലെ. എന്താ സെയ്തു നീ പറയുന്നത്? കൊഞ്ചല്ലേ കേട്ടോ. അല്ല, എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ടാണ്. പ്ലീസ് നിങ്ങൾ രണ്ടുപേരും. നോ ഫർസാന എന്നൊരു പെൺകുട്ടിയുമായി ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. നീ ഉണ്ടെങ്കിൽ ഓക്കെ, നീ കൂടെ വേണം എന്നാൽ ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് എന്തീ പറയുന്നത്? ഞാൻ പറയുന്ന ഒന്ന് കേട്ടൂടെ? നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എൻ്റെ അടുത്ത് നിൽക്കും, കുറച്ച് സമയം അവളുടെ അടുത്ത് നിൽക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിക്കപ്പുറത്തി ഇല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് ദയവായി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ അവളുടെ കൂടെ ടൂറ് പോകണം. 2 ദിവസം എവിടെയെങ്കിലൊക്കെ എൻജോയ്മെൻറ്റിന് പോയിക്കോളൂ. അതൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പവും എനിക്കില്ല. ബീവി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീ ഇല്ലാതെ ഹേയ് അത് നടക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളെ അവർ നിക്കാഹ് കഴിച്ചതല്ലേ, പിന്നെ എന്താ? കാര്യങ്ങൾ എങ്ങനെയൊക്കെ തന്നെ ആയാലും എനിക്ക് നീ ഇല്ലാതെ നടക്കില്ല പെണ്ണേ. നീ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നോക്കാം. യാ സെയ്ഫ്, നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സെയ്തൂൻ, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളും നീ പറയരുത് ദയവായി. അല്ല, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. നിങ്ങൾ പോകണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ആരാരുമില്ലാത്ത ഒരു ലോകത്തേക്ക്, നിങ്ങളുടേത് മാത്രം എന്ന് കരുതുന്ന ലോകത്തേക്ക് ദയവായി പോകണം. എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ അഭിലാഷമാണ്. സെയ്തൂനുണ്ടെങ്കിൽ ഓക്കെ. അറബിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. പ്ലീസ് സെയ്ഫ്, എന്നോട് സ്നേഹല്ലേ ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാനീ പറയുന്നത്. എൻ്റെ സെയ്ഫ് പ്ലീസ്, എനിക്ക് മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. എൻ്റെ സെയ്തൂൻ, നീ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? ഞാൻ പറഞ്ഞല്ലോ, അവൾ നമ്മുടെ കൂടെ നടന്നോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അങ്ങനെയല്ല സെയ്ഫ്. അങ്ങനെയാകുമ്പോൾ എന്നെയും അവളെയും നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതായി വരും. ഇത് അവളെ മാത്രം അവളുടേതായ ഒരു ലോകത്തേക്ക് നിങ്ങൾ കയറി ചെല്ലണം. എന്താ എൻ്റെ സെയ്തൂൻ? ഒന്ന് വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഖേദിക്കും. ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴാണ് അറബിയുടെ മനസ്സ് അലിയുന്നത്. എൻ്റെ സെയ്തൂൻ, നീ അത് പറയല്ലേ പെണ്ണേ. എനിക്ക് പല ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അറബിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ഗർഭിണിയായൊരു പെണ്ണ് തൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ അവിടെ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവളിപ്പോൾ 3 മാസം ഗർഭിണിയാണ്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും അറബിയെ സംശയിക്കാൻ കൂടി അതൊരു ഹേതുവാകും എന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് അവിടെ വീട്ടിലെ സെർവൻസ്, അവർ ഒന്നിനും മടിയില്ലാത്ത പെണ്ണുങ്ങളാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും 3 ദിവസം, അപ്പോഴേക്കും 3 മാസം ഗർഭിണി. ഓ, ഇതെന്തോ ഒരു അത്ഭുത ഗർഭമാണല്ലോ. അതെ, കുറേ ദിവസമായില്ല ആ പെണ്ണിനെ ഇവിടെ പാർപ്പിച്ചിക്കണ്. ആ ഒരു വലിയൊരു വീട്ടിൽ ഒരു റൂമിൽ അവൾക്ക് മാത്രം, അവളുടെ സ്വന്തം, അവളുടെ ഇഷ്ടം, ബാത്റൂം കാര്യങ്ങൾ അങ്ങനെയെല്ലാം. ഓ, നല്ല സുഖമല്ലേ? വീട്ടിനകത്ത് അറബി, വീട്ടിനകത്ത് മലയാളി പെണ്ണ്. സംഭവം അടിപൊളിയാണ്. പെണ്ണാണെങ്കിൽ കാണാനും അല്പം ലുക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, അറബി പണി പറ്റിച്ചു തന്നെയാണ് എന്നുള്ള രീതിയിൽ പല ചിന്താഗതികളും വരുവാനും ചാൻസ് ഉണ്ട്. അതൊക്കെ കൂടിയാണ് അറബിക്ക് ടെൻഷനാകുന്നത്. എൻ്റെ റബ്ബേ, എങ്ങനെയെങ്കിലും 2 മാസം കൊണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. അല്ലെങ്കിൽ ആളുകൾ തന്നെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. പഠിച്ചെറുമ്പ് കാക്കട്ടെ. പഠിച്ചോനെ, ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുക എന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ മറ്റൊന്നിനും ഞാനില്ല. അല്ലാ, പാവം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവളെ നിക്കാഹ് കഴിച്ചു എന്നുള്ളൊരു കളവും പറഞ്ഞു. ഇൻഷാ അല്ലാ, ആ ഒരു കുട്ടി ജനിച്ച് കുഴപ്പമൊന്നുമില്ലാതെ വളരുകയാണെങ്കിൽ റഹ്മാനെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആ കുഞ്ഞിനെ സമ്മാനിക്കണം, അതും അവളോട് ചോദിച്ചിട്ട്. അറബിയുടെ മനസ്സിൽ ഇതൊക്കെയായിരുന്നു പ്ലാനിങ്. ഒരിക്കലും ഫർസാനയെ കല്യാണം കഴിക്കുവാനോ അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യുവാനോ ഒന്നും അദ്ദേഹം മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അന്ന് ബീവി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തു പറ്റി?
എൻ്റെ ജെയ്ത്തൂന് എന്താ പറ്റിയത്? ബീവി അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. പറ, എന്തു പറ്റി? എന്നാലും സെയ്ഫ്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ. എന്താ പെണ്ണെ നീ പറയുന്നത്? എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? അതല്ലേ നിന്നോട് പറഞ്ഞത്, മോൾ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. അത് പറ്റില്ല. ദയവായി അങ്ങ്, അവളും അങ്ങും പോകണം ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും. എൻ്റെ പ്രിയേ, അത് നടക്കുന്ന കാര്യമില്ല. എനിക്ക് നീയില്ലാതെ ഒരു പരിപാടിക്കും ഞാനില്ല. എനിക്കത് ഇഷ്ടമില്ല. എന്നാൽ ചെല്ല്, ഇന്ന് മുതൽ 2-3 ദിവസം തുടർച്ചയായിട്ട് ഫർസാനയുടെ അടുക്കൽ നിങ്ങൾ നിൽക്കണം. എൻ്റെ അടുത്തേക്ക് വരണ്ട. എന്താ ബീവി നീ പറയുന്നത്? അതെ, അവളുടെ കൂടെ അവിടെ കഴിഞ്ഞോ? അല്ലാതെ പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ നിക്കാഹ് കഴിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചത്? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ. എനിക്ക് മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ പ്രധാന ആഗ്രഹം എന്താ നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ ശരിയാകും എൻ്റെ പെണ്ണേ, അതൊന്നും വിഷമിക്കണ്ട. ഇൻഷാ അല്ലാ ഈ ഒരു അടുത്ത വർഷം നിനക്ക് നിൻ്റെ കയ്യിൽ ഞാനൊരു കുഞ്ഞിനെ നൽകും, ഉറപ്പാണ്. ആണോ? സത്യമായിട്ടും? അവളുടെ ആ ഒരു നനഞ്ഞ കവിളുകൾ ചിരിച്ചപ്പോൾ അവളുടെ നുണക്കുഴികൾ വിടർന്നു. സെയ്ഫ്, സത്യമായിട്ടും അടുത്ത വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു കുഞ്ഞിനെ? ആ പെണ്ണെ, പഠിച്ചതിനോട് ദ്വാ ചെയ്യും ഒന്നും പറ്റാതെ നല്ല റാഹത്തായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അവൾ അപ്പോഴും അതൊന്നും ഓർത്തില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കുഞ്ഞിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈയിടെയായിട്ട് ബീവി നടക്കുന്നതും. അത്രക്കും ആഗ്രഹിച്ചു പോയിരിക്കുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷേ പഠിച്ചവൻ്റെ വിധി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ. എന്തൊക്കെ തന്നെയാലും മസറയിലെ പെൺകുട്ടി, അവരുമായി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുമിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. സെയ്ഫ് തൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ വാ നമുക്കൊന്ന് നടക്കാൻ പോകാം. അവർ രണ്ടുപേരും നടക്കുകയാണ്. സെയ്ഫ്, ഇനി മതി, പോയിക്കോ, റൂമിലേക്ക് പോയിക്കോളും. അവൾ അവിടെ ഉണ്ടാവുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ബീവി, ഞാൻ പോയിക്കോളാം, നീ വിഷമിക്കല്ലേ. അന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അറബി അതാ വിശാലമായ ആ റൂമിലേക്ക് കടക്കുന്നു. ജെയ്ത്തൂൻ ബീവി അവരുടെ റൂമിലേക്കും പോയി. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല, ഫർസാന. പക്ഷേ തൻ്റെ ഭാര്യയെ ഒന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രം അദ്ദേഹം ആ റൂമിനകത്തേക്ക് കടന്നു. അവിടെ റെസ്റ്റ് എടുത്തു. ഉറക്കം വന്നിട്ടല്ല എങ്കിലും പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അറബിക്ക് അപ്പോഴാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഫർസാന 3 മാസം ഗർഭിണിയാണ്. അവൾ ഒരു ഡോക്ടറെ പോലും ഇതുവരെ കാണിച്ചിട്ടുമുണ്ടാവില്ല. ഈ ഒരു കാര്യം പറയണം. പറഞ്ഞിട്ട് അവളോട് അതിപ്പോൾ ഞാൻ പോകുമ്പോൾ അത് വേണ്ട. ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ പേര് ചോദിച്ചാൽ എന്തു ചെയ്യും? തൽക്കാലം എൻ്റെ പേര് പറയേണ്ടി വരും. എങ്കിൽ മാത്രമേ ബീവിക്കും വിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും വിശ്വാസമുണ്ടാവില്ല. ലിസ്റ്റും കാര്യങ്ങളും എല്ലാം അവൾ നോക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നാളെ അവളെ കാണിക്കാൻ കൊണ്ടുപോയാൽ ഞാൻ അവളും ഒറ്റക്കായി കഴിഞ്ഞാൽ അതും പറ്റില്ല. ജെയ്ത്തൂൻ ബീവിയെ കൂട്ടിക്കൊണ്ടുപോയാൽ അതും പറ്റില്ല. കാരണം 3 മാസം ഗർഭിണിയോ ഫർസാന എന്ന് കരുതുമ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടാണെങ്കിൽ വെറും 4 ദിവസം. അപ്പോൾ പിന്നെ വല്ല തെറ്റിദ്ധാരണക്കും അതും ഇടവരുമോ എന്നും അദ്ദേഹം ഭയന്നു. എന്തൊക്കെ തന്നെയായാലും തൻ്റെ ജെയ്ത്തൂൻ ബീവി പറഞ്ഞല്ലോ കുറച്ച് ദിവസം ഒന്ന് ടൂറ് പോകണമെന്നൊക്കെ. എന്തൊക്കെ തന്നെയാലും നാളെ ഫർസാനയെ കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക. എന്നിട്ട് എല്ലാം ഒന്ന് ഉറപ്പുവരുത്തണം, ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട്. പക്ഷേ ജെയ്ത്തൂൻ ബീവിയോട് ചെറിയൊരു കളവ് പറയേണ്ടി വരും. അവൾക്ക് ഡേറ്റ് തെറ്റിയിട്ട് പോയതാണെന്ന്. ഹേയ്, അതിനായിട്ടുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരാഴ്ചയെങ്കിലും ഒന്ന് പിന്നിട്ടിരുന്നെങ്കിൽ ധൈര്യമായി ഒന്ന് പറയാമായിരുന്നു. എന്തൊക്കെ തന്നെയാലും 2-3 ദിവസം അങ്ങ് കഴിയട്ടെ, എന്നിട്ട് പറയാം കാര്യങ്ങൾ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പേര് ചോദിക്കുമ്പോൾ അവിടെ മാത്രം എൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അറബിയുടെ മനസ്സിൽ പുതിയ പ്ലാനിങ്ങുകൾ വന്നു തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ
സന്തോഷം മാത്രമാണ് അറബി ലക്ഷ്യമാക്കുന്നതും. അങ്ങനെ 2 ദിവസത്തിന് ശേഷം അതാ അറബി കാര്യങ്ങൾ ബീവിയോട് തുറന്നു പറയാൻ നിൽക്കുന്നു. ജെയ്ത്തൂൻ, ആ സെയ്ഫ് എന്നെ വിളിച്ചോ? എന്താ മുഖത്ത് ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ? എൻ്റെ ജെയ്ത്തൂൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? എന്തെങ്കിലും സന്തോഷമുള്ള? ആ, സന്തോഷമൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ. നീ പ്രാർത്ഥിക്ക്. സത്യം പറ അർബാ. അവൾ സ്നേഹം വരുമ്പോൾ അറബിയെ അങ്ങനെ വിളിക്കുക പതിവായിരുന്നു. യെസ് പെണ്ണേ. എന്താ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങനെ വല്ല? നോക്കാം ഇൻഷാ അല്ലാ. ഡേറ്റ് അല്പം തെറ്റിയിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ ജെയ്ത്തൂൻ ബീവി കരയുന്നു. എൻ്റെ അർബ, എൻ്റെ സെയ്ഫ്, അങ്ങക്ക് ഞാൻ എന്ത് തരണം എനിക്കറിയുന്നില്ല. വേഗം പൊയ്ക്കോളൂ ഹോസ്പിറ്റലിലേക്ക്. പോകാം. അതിന് മുമ്പായിട്ട് ഒന്നുമില്ല, എന്തായാലും ഇത് കൺഫേം ചെയ്യണം. ഞാൻ വരണോ? അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. ഹേയ്, ബീവി വരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഹസ്ബൻഡിനും വൈഫിനും മാത്രമേ റൂമിലേക്ക് കിടത്തുള്ളൂ. പിന്നെ പുറത്ത് നിൽക്കുന്ന നിങ്ങൾ അത് വേണ്ട, അതതിലേറെ വിഷമായിരിക്കും. എന്നാൽ വേണ്ട, ഒന്നും ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണേ. ബീവി ആ ദിവസം പടച്ച റബ്ബിനെ ഒരുപാട് സ്തുതിച്ചു. അൽഹംദുലില്ലാ, പഠിച്ചോനെ, ഇത്ര പെട്ടെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇത്രയധികം, ഓഹ് അല്ലാ. നേരെ ഏതാ ഫർസാനയുടെ അടുക്കലേക്ക് ജെയ്ത്തൂൻ ബീവി ചെല്ലുന്നു. ഒരുപാട് മധുര പലഹാരങ്ങളും കൊണ്ടാണ് ചെല്ലുന്നത്. ശരിക്കും അത് കണ്ടപ്പോൾ അറബി അത്ഭുതപ്പെട്ടു. അല്ല ജെയ്ത്തൂൻ, ഇതെങ്ങോട്ടാ? ഇത് ഫർസാനയെ കാണുവാൻ വേണ്ടി പോവാണ് അവളുടെ അടുത്തേക്ക്. എന്തിനെ? അവൾക്ക് മധുരമൊക്കെ കൊടുക്കുന്നത് നല്ലതാണിപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, അതിനൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒരു സംശയം ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്താ മോളെ? അല്ല ഒന്നുമില്ല, എന്നാലും എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആ സന്തോഷമാണിത്. എൻ്റെ പെണ്ണെ, അതായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ. കഴിഞ്ഞിട്ടൊക്കെ ഇൻഷാ അല്ലാ കൊടുക്കാം. അതിനനുസരിച്ച് എന്താ? എന്നാലും എനിക്ക് പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് കുങ്കുമപ്പൂവിട്ട പാല് കൊടുത്തിരുന്നോ? എൻ്റെ പെണ്ണെ, അതെന്തിനാ? നല്ല ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്. കുങ്കുമപ്പൂവിട്ട പാല് കുടിച്ചാൽ കുഞ്ഞുണ്ടാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് അറബി അത് ചിരിക്കുന്നു. പ്ലീസ് എന്നെ കളിയാക്കല്ലേ, എന്നെ കളിയാക്കല്ലേ പ്ലീസ്. സേഫ്, എന്നെ കളിയാക്കരുത്. എന്താ പെണ്ണെ, ഞാൻ നിന്നെ കളിയാക്ക്? എന്തിനു വേണ്ടിയിട്ട്? ഒരിക്കലുമില്ല. നീ പ്രാർത്ഥിക്ക്, ദ്വാ ചെയ്യേ. അറബി ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെയാണ് സംസാരിച്ചത്. എന്തൊക്കെ തന്നെയാലും ജെയ്ത്തൂൻ ബീവിയുടെ ആഗ്രഹം ഇതാ നടക്കാൻ പോകുന്നു എന്നുള്ള സത്യം ഏറെക്കുറെ ബീവിക്ക് ബോധ്യമായി തുടങ്ങുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഫർസാനയോട് പറയുവാനും അവൾക്ക് മധുരം നൽകുവാനും വേണ്ടിയിട്ട് ബീവി അതാ പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഫർസാനയുടെ അടുക്കലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.